KSU കുസാറ്റിൽ കിടക്ക സമരം സംഘടിപ്പിച്ചു. കുസാറ്റ് ഹോസ്റ്റലുകളിലെ ഗസ്റ്റ് ഫെസിലിറ്റി സംവിധാനം 30% വെട്ടിക്കുറച്ച യൂണിവേഴ്സിറ്റിയുടെ വിദ്യാർത്ഥി വിരുദ്ധ നയത്തിനെതിരെ പ്രതിഷേധ സൂചകമായാണ് KSU യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കിടക്ക സമരം സംഘടിപ്പിച്ചത്. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ സംഗമവും നടത്തി. യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ വിദ്യാർത്ഥികൾക്ക് ഉപയോഗപ്രദമാക്കാവുന്ന രീതിയിൽ ഗസ്റ്റ് എന്ന് പറയുന്ന ഒരു സൗകര്യം കുസാറ്റിൽ ഉണ്ടായിരുന്നു. അതായത് ഇപ്പോൾ 50 റൂമുണ്ടെങ്കിൽ ഒരു റൂമിൽ ഒരു ഗസ്റ്റ് എന്ന നിലയ്ക്ക്, അതായത് 100 കുട്ടികൾ ഉള്ള ഒരു എന്താ പറയുക ഹോസ്റ്റലാണെന്നിരിക്കട്ടെ, അവിടെ 50 വിദ്യാർത്ഥികൾക്ക് എക്സ്ട്രാ ഗസ്റ്റ് എന്ന നിലയിൽ നിൽക്കാമായിരുന്നു. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ അത് 30% ചുരുക്കുമ്പോൾ ഏകദേശം 20 വിദ്യാർത്ഥികളെ, അതേപോലെ ഈ ക്യാമ്പസിൽ 6-7 ബോയ്സ് ഹോസ്റ്റലിനടുത്തുണ്ട്. ഇത്രയും ഹോസ്റ്റൽ, അതുപോലെ തന്നെ ഗേൾസ് ഹോസ്റ്റലുകളുണ്ട്. ഇത്രയും വിദ്യാർത്ഥികൾ ഈ ക്യാമ്പസിൻ്റെ ഹോസ്റ്റലുകളിൽ നിന്ന് വെളിയിലേക്ക് മാറ്റി നിർത്തപ്പെടേണ്ട ഒരു അവസ്ഥയാണ്. അതായത് ആരും ഇവിടെ തന്നെ ഒരു ഭീമമായ തുക ഫീസ് കൊടുത്താണ് പല വിദ്യാർത്ഥികളും പഠിക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു ബെഡ് സ്പേസിന് 3000 രൂപ 3500 രൂപ കൊടുത്ത് വെളിയിൽ നിന്ന് ഭക്ഷണവും കഴിച്ച് അത്രമേൽ അഫോർഡബിളായൊരു എന്താ പറയുക നല്ലൊരു ജീവിത കണ്ടീഷനിൽ എല്ലാവരും കഷ്ടപ്പെട്ട് പഠിച്ച് കാറ്റ് എക്സാമൊക്കെ എഴുതി ഇവിടെ വരുന്ന ആ രീതിയിലൊരു പ്രശ്നമാണ് നിലവിൽ നിൽക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ SLS പോലുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ ഈ 30% ആക്കുമ്പോൾ പോലും അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ഒരു കൃത്യമായ രീതിക്കല്ല ഇവർ നടത്തിയിരിക്കുന്നത്. അതായത് ഇനി ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് എന്നൊരു മെത്തേഡിലാണ് ഇവരിത് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ താമസിച്ച് ക്ലാസ്സുകൾ തുടങ്ങുന്ന വിദ്യാർത്ഥികളുടെ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന് ഗസ്റ്റുകളുടെ എണ്ണം കുറയുകയും ആ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ കിട്ടാതിരിക്കുകയും വരും. അതായത് ദൂരം വെച്ച് നോക്കുകയാണെങ്കിൽ പോലും നമുക്ക് ഈ കോട്ടയം ആലപ്പുഴ ഭാഗത്തുള്ളതും മലപ്പുറം കോഴിക്കോട് ഈ 2 റീജിയനിലുള്ളവർക്ക് വിദ്യാർത്ഥികൾക്ക് എന്തായാലും ഡെയിലി വന്ന് പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഇവരുടെ ഒരു എന്താ പറയുക താമസത്തിനുള്ള അവർക്ക് ഏറ്റവും കഴിഞ്ഞ വർഷങ്ങളിൽ ഗസ്റ്റ് ഫെസിലിറ്റി ഉപയോഗിച്ചാണ് നമ്മൾ പലരും. പക്ഷേ ഈ വർഷം അത് കിട്ടാതിരിക്കുമ്പോൾ അത്രമേൽ പ്രശ്നത്തിലേക്ക് ഫിനാൻഷ്യലി ആയിക്കോട്ടെ മറ്റു രീതിയിലായിക്കോട്ടെ മൊത്തത്തിൽ ഒരു പ്രശ്നത്തിലേക്കാണ് വിദ്യാർത്ഥികളെ ഇത് നയിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മളിപ്പോൾ വെളിയിലൊരു റൂം എടുക്കാതെ തന്നെ ഇരിക്കട്ടെ, ഈ പറയുന്ന പോലെ പല PGകളും വില ഭയങ്കരമായിട്ട് കൂട്ടാണ്. ഇത് അറിഞ്ഞതുകൊണ്ട് എന്താണ് വളരെ വലിയൊരു ഭീമമായ തുകയാണ് ഓരോ റൂമിനും ഈ ബെഡ് സ്പേസിനും ഇവർ നമുക്ക് വാങ്ങുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളെ അത്രമേൽ പ്രതിസന്ധിയിലാക്കുന്ന, അതായത് ഇത്രയും പുതിയ കോഴ്സുകൾ, അതുപോലെ തന്നെ മറൈൻ ജീനോമിക്സ്, BSc LLB തുടങ്ങിയ പുതിയ കോഴ്സുകൾ, DCS പോലുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ ഓരോ വർഷം കൂടുമ്പോഴും ഫസ്റ്റ് ഇയേഴ്സിൻ്റെ എണ്ണം വരിക, അതായത് അവരുടെ ഒരു ബാച്ച് ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വരുന്നതിൻ്റെ ഭാഗമായിട്ട് പിള്ളേർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് യൂണിവേഴ്സിറ്റി ഇങ്ങനെ സൗകര്യങ്ങൾ കുറയ്ക്കുകയാണെങ്കിൽ പിള്ളേരെ വഴിയിലേക്ക് ഇറക്കി വിടുന്ന ഒരു അവസ്ഥയിലേക്കാണ് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരം ഒരു വിദ്യാർത്ഥി വിരുദ്ധ നയത്തിനെതിരെ നമ്മൾ നേരത്തെ ആ സർക്കുലർ കത്തിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഇന്ന് രാത്രി മുഴുവൻ ഹോസ്റ്റലുകളിൽ നമുക്ക് റൂമുകൾ തന്നില്ലെങ്കിൽ നമ്മൾ ഹോസ്റ്റൽ ഓഫീസിന് മുന്നിൽ തന്നെ കിടന്നുറങ്ങി പ്രതിഷേധിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കളമശ്ശേരി.